മുരളിച്ചേട്ടൻ ഇപ്പം ഉണ്ണാൻ വരും കേട്ടോ, നമുക്ക് ഞെട്ടിക്കാം. ഞാനെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ പിറന്നാൾ ദിനത്തിന് മുരളിച്ചേട്ടൻ ഇപ്പം വരും കേട്ടോ. ഞാൻ പറഞ്ഞു ഉണ്ണാൻ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ പുള്ളിക്കാരൻ ഞെട്ടും കേട്ടോ, ഇത്രയൊക്കെ ഒരുക്കിയല്ലോ. പിന്നെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം വരും, ബർത്ത്ഡേ കുട്ടി ഇപ്പം വരും കേട്ടോ. ദേ ബർത്ത്ഡേ എല്ലാവരും ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്കണേ. ഏതാണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഏതാണ്ട് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൊടുത്തില്ലെന്നും പറഞ്ഞോണ്ട് പരാതി വരണ്ട. ഇപ്പം ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ മുരളിച്ചേട്ടൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ്റെ വൈഫ് അനിലെന്ന് പറയും കേട്ടോ. അനില് എൻ്റെ വൈഫാണ്. ഏതാണ്ട് പക്ഷേ ഇലയില്ല. ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്കൂ. എപ്പോഴും ആരെങ്കിലും ഒരാൾ കാണും. അന്നേരം വേറെ ആരോ ഉണ്ടായിരുന്നു. എപ്പോഴും ആരെങ്കിലും ഒരാൾ സമയത്തുണ്ടായിരിക്കും. അതൊരു വലിയൊരു സന്തോഷമാണ്. അപ്പൊ മുരളിച്ചേട്ടൻ എങ്ങനെയുണ്ട്? ഞാൻ രഹസ്യമായിട്ട് പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ച്. ഇതിപ്പോ എന്നെ ആള് ഞെട്ടിച്ചു ശരിക്കും പറഞ്ഞ. ഞെട്ടണല്ലോ. താങ്ക് യു മൈ ഡിയർ. താങ്ക് യു. അപ്പോൾ എനിക്ക് സന്തോഷമായി, ഒരാൾക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയല്ലോ വിളിച്ചിട്ടെൻ്റെ ബർത്ത്ഡേക്ക്. ഞാൻ വേറെ ശിഷ്യനെ വിളിച്ചായിരുന്നു. ആ ശിഷ്യന് സമയമില്ല, 12 മണിയായപ്പോഴത്തേക്ക് പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് വന്നേക്കുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അത് വലിയ സന്തോഷമായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഉള്ളിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും നല്ലോണം എല്ലാവരും പ്രാർത്ഥിക്കും മുരളിച്ചേട്ടാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ ഭക്ഷണം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മുരളിച്ചേട്ടൻ ഞെട്ടണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയത്. മുരളിച്ചേട്ടൻ എന്താണ്ട് പരിപ്പും പപ്പടം ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് തയ്യാറാവുന്നു. പിന്നെ പായസം ഉണ്ട്, പപ്പടം 10 പോരെ. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുതല്ലോ, പ്രതീക്ഷിക്കാതെ വേണം. പ്രതീക്ഷിക്കാതെ ഒരു പ്രിയപ്പെട്ടവളും വന്നു ചേർന്നു. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുശിഷ്യന്റെ അറിയായിരിക്കും എല്ലാവർക്കും. അനിലെന്നാ പേര്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അനില്. പണ്ടൊട്ടേ മുരളിച്ചേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കുക, എപ്പോഴും നല്ല സ്നേഹമായിട്ടിരിക്കുന്ന അനിലിൻ്റെ വൈഫാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എപ്പോഴും വിളിച്ചാലും വരാത്ത ഒരാളെ എന്താ ഇന്നത്തെ ദിവസം വലിയൊരു സന്തോഷമായി. എപ്പോഴും വരാൻ ചേച്ചി എന്ന് പറയും. മുരളിച്ചേട്ടൻ എനിക്കാണ് തരുന്നത് കേട്ടോ. ഞാൻ വാ തുറക്കുന്ന പിറന്നാൾ കുട്ടിയുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കണം. ഇതൊക്കെ ഒരിക്കൽ ഭാര്യയ്ക്ക്. താങ്ക് യു. ഞാൻ വെക്കം വെക്കുമല്ലോ. അല്ല എനിക്കിഷ്ടം എളുപ്പം വയ്ക്കാൻ. ഓക്കെ, താങ്ക് യു.